ഒരു പെർവേർട്ടിനെ സമൂഹം എന്തിനു ചുമക്കണം? എത്ര വലിയ അധികാര കേന്ദ്രമാണെങ്കിലും എന്ത് വിലയ്ക്കു വാങ്ങാൻ സാധിക്കുമെങ്കിലും സമൂഹത്തെ അപ്പാടെ കലക്കാൻ ശേഷിയുള്ള കാളകൂട വിഷമാണ് ഇയാളെങ്കിൽ നാം എന്തു ചെയ്യും? ഈ കാലം അത്രയും തന്റെ വൈകൃതങ്ങൾ സകലതും പൗഡർ ഇട്ടുമൂടി പുണ്യാളൻ ചമഞ്ഞ് കേരളത്തിന്റെ പല കോണുകളിൽ പ്രത്യക്ഷപ്പെട്ട ഈ രാഷ്ട്രീയ മാലിന്യത്തെ ഇനിയും താങ്ങണോ? നാളിതുവരെ പരാതിയുണ്ടോ എന്ന് ചോദിച്ച് മാധ്യമങ്ങളെ, പൊതുസമൂഹത്തെ, ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിച്ച മാങ്കൂട്ടവും അയാളുടെ പെയ്ഡ് ഫാൻസും ഇപ്പോൾ ഏതൊളിസങ്കേതത്തിലാണ്? ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ എത്തിയതോടെ പൊതുസമൂഹം നാളുകളായി ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരമാവുകയാണ്. രാഹുലിനെതിരെ നാളിതുവരെ ഉയർന്നത് ആരോപണങ്ങൾ മാത്രമാണെന്നും അത് AI ആണെന്നും വരെ വിശ്വസിച്ച കോൺഗ്രസ് നേതാക്കന്മാർ മുതൽ സാധാരണക്കാർ വരെയുണ്ട്. അവർക്ക് തന്റെ തനിരൂപം നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് എന്നുറപ്പിക്കുന്ന ജാമ്യാപേക്ഷയാണ് രാഹുൽ ഇന്നലെ കോടതിയിലെത്തിച്ചത്. പല ആവർത്തി മാധ്യമങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കും രാഹുൽ ജാമ്യാപേക്ഷയിൽ തന്നെ വ്യക്തത വരുത്തുന്നു. അതിജീവിതയെ തനിക്കറിയാം, നാളുകളായി ബന്ധമുണ്ട്, ലൈംഗിക ബന്ധമുണ്ടായിട്ടുണ്ട്, പെൺകുട്ടി തന്റെ ശബ്ദവും മെസ്സേജുകളും ശേഖരിച്ചു വെച്ചെന്ന് രാഹുൽ സമ്മതിക്കുന്നു. ഇതോടെ വെളിപ്പെടുന്നത് നാളുകളായി ഉയർന്ന മറ്റൊരു ചോദ്യത്തിനാണ്. ആ ശബ്ദം താങ്കളുടേതായിരുന്നോ? രാഹുൽ സമ്മതിക്കുന്നു, അത് തന്റേതാണ്. ഇനി ഗർഭം സംബന്ധിച്ച് നിഷേധമുയർത്തുന്ന രാഹുൽ തന്റേതെന്ന് സംബന്ധിച്ച ശബ്ദരേഖയിൽ തന്നെ വൈരുദ്ധ്യം വ്യക്തമാണ്. പുറത്തിറങ്ങിയ ശബ്ദരേഖയിൽ പല ഭാഗങ്ങളിലും രാഹുൽ പെൺകുട്ടി ഗർഭിണിയാണെന്നും അത് തന്റെ ഗർഭം തന്നെയെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞ്, അതിനെ എങ്ങനെ വളർത്തും, തന്തയില്ലാത്ത കുഞ്ഞുണ്ടാകുമോ തുടങ്ങി രാഹുൽ സ്വയം സമ്മതിക്കുന്ന വ്യക്തത ഈ ശബ്ദരേഖയിലുണ്ട്. താനൊരു MLA ആണെന്ന് ജാമ്യാപേക്ഷയിൽ ആവർത്തിച്ചു പറയുന്ന രാഹുലിനോട് പൊതുസമൂഹം തിരിച്ചു ചോദിക്കുന്നത് ഒരു MLA പണി ഇതാണോ എന്നാണ്. ഇതിൽ രാഹുൽ നേതൃത്വം നൽകിയ അശാസ്ത്രീയ അബോർഷന് ഇരയായ അതിജീവിതയുടെ ജീവൻ തന്നെ എടുക്കാനുള്ള ഉപാധി കൂടിയായിരുന്നു. ഒരു ദിവസം ഒന്നിലധികം തവണ ആവശ്യമുന്നയിക്കുന്ന സീരിയൽ പ്രെഡേറ്ററുടെ സകല മനോവൈകൃതങ്ങൾക്കും സമാനമായാണ് രാഹുൽ തന്നോട് പെരുമാറിയതെന്ന് പറയുമ്പോൾ വെളിപ്പെടുന്നത് ഇയാൾ എത്രമാത്രം അപകടകാരിയായിരുന്നു എന്നാണ്. ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും അയാൾ അതിജീവിതയെ കീഴ്പ്പെടുത്തി ഉപയോഗിച്ചത് MLA എന്ന നിലയിൽ തന്റെ കന്നി അടിയന്തര പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ച ദിവസമാണ്. ഈ ഉന്മാദം തീർക്കൽ ഒരു മാനസിക രോഗമാണ്. ഇത് ജാമ്യാപേക്ഷയല്ല, കുറ്റസമ്മതത്തിന്റെ ആമുഖ വരികളാണ്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പാർട്ടി പത്രം അച്ചുനിരത്തുമ്പോൾ ഏതു വാക്കുകൊണ്ട് നിങ്ങൾക്ക് ഈ സൈക്കോപാത്തിന്റെ പാപം ന്യായീകരിക്കാൻ കഴിയും? കേരള രാഷ്ട്രീയ ചരിത്രം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ലൈംഗിക വൈകൃതത്തെ പൊതുസമൂഹം മാറ്റി നിർത്തണം. അധികാരത്തിന്റെ സത്ത് ഊറ്റിക്കുടിച്ചു വളരുന്ന ഈ പരാതം രാഷ്ട്രീയ ജീർണതയുടെ അടയാളമാണ്. ഇത് മനോവൈകൃതമാണ്. കോൺഗ്രസിന് പൊതുസമൂഹത്തോട് ബാധ്യതയുണ്ടെങ്കിൽ കുറഞ്ഞപക്ഷം ഈ പൊളിറ്റിക്കൽ പെർവേർട്ടിന് മതിയായ ചികിത്സയെങ്കിലും നൽകാൻ തയ്യാറാകണം.